ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അപ്പച്ചൻ. മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരായി നമ്മളിൽ ആരുമില്ല. എന്നാൽ അത് വളരെ ഗൗരവമേറിയ ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. വിശേഷിച്ച് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു. മൊബൈൽ ഫോൺ രണ്ട് തരത്തിലുള്ള വികിരണങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഒന്ന് റേഡിയോ വികിരണങ്ങൾ, മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വികിരണങ്ങൾ. ഈ രണ്ട് വികിരണങ്ങളാണ് മൊബൈൽ ഫോണിൽ നിന്ന് വെളിയിൽ വരുന്നത്. അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. റേഡിയോ വികിരണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് ഫോണിൻ്റെ ആൻറ്റീനയിൽ നിന്ന് വരുന്നതാണ്. ഫോണുകൾക്ക് ആൻറ്റീനയുണ്ട്. മുൻകാലങ്ങളിൽ മൊബൈലൊക്കെ കണ്ടുപിടിച്ച കാലത്ത് ആൻറ്റീന ഉണ്ടായിരുന്നു, അത് വിസിബിളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അത്ര വിസിബിൾ അല്ലാത്ത രീതിയിലാണ് കമ്പനികളത് ഫോണിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വികിരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അത് വരുന്നത് മൊബൈൽ ഫോണിൽ നിന്നും ബാറ്ററിയിൽ നിന്നാണ് വരുന്നത്. ഇതിന് രണ്ടിനും രണ്ട് വിധത്തിലുള്ള എഫക്റ്റാണ് നമ്മുടെ തലച്ചോറിൽ ഏൽപ്പിക്കാൻ തക്കണം കഴിയുന്നത്. ഇനി റേഡിയോ വികിരണത്തെക്കുറിച്ച് നമുക്ക് ആദ്യം പരിശോധിക്കാം. റേഡിയോ വികിരണങ്ങൾ ഉണ്ടാകുന്നത് ഫോണിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ ആൻറ്റീനയിൽ നിന്നാണെന്ന്. അങ്ങനെ ആൻറ്റീന രീതിയിലുള്ള എല്ലാത്തിൽ നിന്നും അതുണ്ടാവും. വിശേഷിച്ച് മൊബൈൽ ടവറുകളുണ്ട്. മൊബൈൽ ടവറുകളിൽ നിന്നും റേഡിയോ പ്രക്ഷേപണ കേന്ദ്രം, TV പ്രക്ഷേപണ കേന്ദ്രങ്ങൾ, അതെല്ലാം അത് ഉളവാക്കും. അതുകൂടാതെ തന്നെ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അത് റേഡിയോ വികിരണങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഓവൻ, അതിൽ നിന്നും അതുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി ഉപകരണങ്ങൾ നമ്മൾ ദൈനംദിനം ബന്ധപ്പെടുന്ന ഒട്ടനവധി സംഗതികളായിട്ട് ഈ റേഡിയോ വികിരണങ്ങൾ ആയിട്ട് നമ്മൾ അടുത്ത് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ റേഡിയോ വികിരണങ്ങൾ എന്ത് അനന്തരഫലങ്ങളാണ് നമ്മളെ തലച്ചോറിൽ ഏൽപ്പിക്കുന്നതെന്നാണ്. നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, മിക്കവാറും ഉപയോഗിക്കുമ്പോൾ അത് വികിരണങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയും മൊബൈൽ ഫോൺ റേഞ്ച് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, അതിൻ്റെ വികിരണങ്ങളെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ചില മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പെട്ടെന്ന് നമ്മുടെ തല ചൂടാവും, ചെവി ചൂടാവും, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ചെവിക്കുള്ളിൽ നിന്ന് വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതെല്ലാം നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് സൂട്ടബിൾ അല്ലാതെ വരുന്നതുകൊണ്ടാണ് സംഭവം. ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സെക്കൻഡിൽ തരംഗങ്ങൾ പോകുന്ന ആ ഒരു അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തരംഗ രൂപത്തിലാണല്ലോ ഇതെല്ലാം പോകുന്നത്. അപ്പോൾ ചില തരംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയില്ലാത്ത വിധത്തിലുള്ളതുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 താഴെയുള്ള ഫ്രീക്വൻസി നമ്മുടെ ചെവിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും, കേൾക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 20,000 മുകളിലുള്ളതും ചെവി നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസി പല വിധത്തിലുള്ള ഫ്രീക്വൻസികളുണ്ട്, റേഡിയോ ഫ്രീക്വൻസികളുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്നത് നിരന്തരമായിട്ട് നമ്മളുടെ ചെവിയിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് തലച്ചോറിലേക്ക് പാസ് ചെയ്ത് കഴിയുമ്പോൾ അതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ വലുതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ RF വികിരണം എന്നാണ് പറയാറുള്ളത്. റേഡിയോ വികിരണങ്ങൾ, റേഡിയോ ഫ്രീക്വൻസി വികിരണങ്ങൾ എന്ന് പറയുന്ന RF എന്നാണ് പറയുന്നത്. അത് തലച്ചോറിൽ അത് നിരന്തരമായിട്ട് അതുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഈ റേഡിയോ ഫ്രീക്വൻസി, മൊബൈലിൽ നിന്ന് വരുന്ന റേഡിയോ ഫ്രീക്വൻസി നിരന്തരമായിട്ട് നമ്മുടെ തലച്ചോറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തലച്ചോറിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ വളരെയധികം മുന്നറിയിപ്പ് തരുന്നുണ്ട്. പിന്നെ അതിലുള്ള വളരെയധികം ന്യൂറോ പ്രോബ്ലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യൂറോളജിക്കൽ പ്രോബ്ലങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. മറ്റൊന്ന്, നമുക്ക് നമ്മുടെ ഉറക്കത്തെ താളം തെറ്റിക്കും. നമുക്കൊരു ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, അല്ലേ? ഇത്ര സമയത്ത് നമ്മൾ ഉറങ്ങുന്നു, ഇത്ര സമയത്ത് എഴുന്നേൽക്കുന്ന, അങ്ങനെ സ്വാഭാവികമായ രീതിയുണ്ട്. അതിന് താളം തെറ്റും. അങ്ങനെ വരുമ്പോൾ വേറെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഉറക്കം താളം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാവും, അല്ലേ? അവർ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ഉള്ള അസ്വസ്ഥതകൾ കാണിക്കും. അപ്പോൾ ഇത് മുഖാന്തരമാണെന്ന് അവരറിയുന്നില്ല. പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല. അതിൻ്റെ ഉപയോഗിക്കുന്നവരത് അറിയുന്നില്ല. ആ ഒരു അനന്തരഫലങ്ങൾ അതുകൊണ്ടുണ്ടാകുന്നതാണെന്ന് സംബന്ധിച്ച് അവരറിയാതെ അതിലേക്ക് മുന്നോട്ട് പോവുക ചെയ്തു. ഇനി അതുകൂടാതെ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ EMF
ആ ഒരു തരംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ വികിരണത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വികിരണം അതും ഫോണിൽ നിന്നാണല്ലോ വരുന്നത്. ഫോണിൻ്റെ ബാറ്ററിയിൽ നിന്നാണ് മിക്കവാറും അത് പുറപ്പെടുന്നത്. അത് മുഖാന്തരം തലവേദന ഉണ്ടാവും. ഫോൺ കുറേ നേരം നോക്കിയിരുന്നു കഴിയുമ്പോൾ തലവേദന ഉണ്ടാവും. അത് കൂടാതെ തന്നെ നമുക്ക് ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടും അല്ലേ? കുറേ നേരമൊക്കെ ഫോണിലേക്ക് നോക്കിയെന്ന് വെച്ചാൽ ഒരു വായിക്കോട്ടേക്ക് വിട്ടാണ് പതുക്കെ ആളുകൾ എഴുന്നേറ്റ് വരാറുള്ളത്. അപ്പോൾ അത് ക്ഷീണം ഉണ്ടാവും. പിന്നെ ഒന്ന് നമ്മുടെ മെമ്മറി ലോസ്, പഴയതുപോലെ ഓർക്കാൻ കഴിയാത്ത സ്ഥലത്തിലേക്ക് വരും. അതുകൂടാതെ മൂഡ് ചേഞ്ച് ആവും. ഈ മൂഡ് ചേഞ്ച് ആകുന്ന മുഖാന്തരം എന്ത് സംഭവിക്കും? അത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഈ കുറേ നാളുകൾക്ക് മുമ്പ് ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ സ്വഭാവവും ഇപ്പോഴത്തെ സ്വഭാവം തമ്മിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടികളിലാണെങ്കിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ചോദ്യങ്ങൾക്കും കുട്ടികൾ മാതാപിതാക്കളോട് മറുപടി പറയുന്നത് ഒരു മൂളിച്ചൽ മാത്രമായിട്ട് അവസാനിക്കും. അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വെറുതെ ഒരു മൂളിച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴവർ ഫോണിൽ നിന്ന് തലയെടുക്കുന്ന സംഗതിയില്ല. അതിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തന്നെയല്ല എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്നുള്ള ദേഷ്യം, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അല്ലേ? അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇതിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്കും അത് മൂഡ് ചേഞ്ച് ഉണ്ട്. അവരുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടും. മറ്റുള്ളവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇല്ല അല്ലേ? പലപ്പോഴും നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡുകളിലോ അതല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും എവിടെ നോക്കിയോ എല്ലാം ഈ ഫോണിലേക്ക് നോക്കി ഇങ്ങനെ തലങ്ങുത്തിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതിൽ നോക്കിയിരുന്ന് അവർ എന്തെങ്കിലും ചോദിച്ചാലും മറുപടി, ചേട്ടാ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നത്, എങ്ങോട്ടാ, ഒന്നിനും മറുപടി മാത്രമേ ഉള്ളൂ. വേറെ കൂടുതൽ കുശലാന്വേഷണം നടത്താൻ താല്പര്യപ്പെടുന്നില്ല അവർ. അങ്ങനെ വരുമ്പോൾ മാനുഷ്യ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോകും. അയൽപക്കാരുള്ള ബന്ധങ്ങളില്ല, വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളില്ല. ഇവിടുത്തെ ഒറ്റപ്പിടിയിൽ ആയിട്ട് അനുഭവപ്പെടും. ഒറ്റപ്പിടിയിൽ വരുന്നു, അവർ ഏകാന്തത അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ അത് അനുഭവപ്പെടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഫോണിലേക്ക് കയറാനുള്ള പ്രവണത കൂടി വരും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവരെ ഇത് തിരിച്ചറിയുന്നില്ല. ഇത് മുഖാന്തരമാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുന്നത് എന്നുള്ളത് ഇവരാരും തിരിച്ചറിയുന്നില്ല. അവരതിന് വേറെ കാരണങ്ങളാണ് കണ്ടെത്തുന്നത്. പക്ഷേ ബേസിക്കായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. നമുക്കറിയാം, ഈ മൊബൈൽ ടവർ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അടുത്തകത്തൊക്കെ പഠനം നടത്തിയപ്പോൾ പക്ഷികൾക്കൊക്കെ ദശം തെറ്റിപ്പോകുന്നുണ്ട് അല്ലേ? തേനീച്ചകൾ അവരുടെ കൂട്ടിലെത്താൻ പറ്റാതെ പോകുന്നു അല്ലേ? മൊബൈൽ ഫോണിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യേക വിധത്തിലുള്ള ചില ഫ്രീക്വൻസിയിലുള്ള വികിരണങ്ങൾ അവയുടെ താളം തെറ്റിക്കുന്നു, അതിൻ്റെ ദിശ മാറ്റിക്കളയും. ഇതൊക്കെയാണ്. അപ്പോൾ ഈ തേനീച്ച പോലെ പക്ഷികൾ എന്നൊക്കെ പറഞ്ഞാൽ താരതമ്യേന ദുർബലമായ ജീവികളാണ്. ഈ മനുഷ്യൻ എന്തെങ്കിലും സംഭവിക്കുന്നത് മനുഷ്യന് സംഭവിക്കുന്നുണ്ട്. അത് ദുർബല ജീവികൾക്ക് പെട്ടെന്ന് കേൾക്കും. നമ്മളെപ്പോലെ ആളുകൾ വെച്ച സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാവകാശത്തിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് വരുന്നത് അതാണ്. പക്ഷേ അതിന് എഫക്റ്റ് ഉണ്ട്, ഇല്ലാതിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഈ RF വികിരണത്തെ തടയാൻ തക്കണം കവർ ഉള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നല്ലതായിരിക്കും. പ്രൊട്ടക്റ്റീവ് കവർ ഉപയോഗിക്കുന്ന നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ശരീരത്തോട് ഒട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ശരീരത്തോട് ഒട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാണ്. തന്നെയല്ല, നമ്മൾ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കാൻ തക്കണം ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു നിയന്ത്രണം വെക്കണം. അമിതമായാലും അമൃതവും വിഷമെന്ന് കേട്ടിട്ടില്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിലവിലുള്ള ആയുസിനെ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത്. ഇത് ഗുരുതരമായിട്ടുള്ള പ്രത്യേക ചെറിയൊരു സംഗതി അല്ല, അത് വളരെ വലിയൊരു എഫക്റ്റ് ഇതിനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. ആവശ്യത്തിന് മാത്രം ഇത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് ചുരുക്കി കൊണ്ടുവരാനാണ് ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. ആവശ്യമാണ്, പല കാര്യങ്ങളിലേക്കും നമുക്ക് ആവശ്യമെന്നാൽ അതിൽ ചില നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ അത് ദോഷമായി തീരും. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന ഇത്തരത്തിലുള്ള ചില മാരകമായിട്ടുള്ള ബാധയെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോ അടുത്തായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ സമാനമായ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.